കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗോപിയയ്ക്ക് പ്ലാൻ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഹൽദി, സംഗീത്, ഐനൂൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം, ഇത്രയും പരിപാടികൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ മിട്ടൂന് അവരുടെ ഭാഗത്ത് മിട്ടൂനും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും റൺ ഓർഡർ അറിയാം. ഗോപിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഹൽദിക്ക് എങ്ങനെ വെച്ചാൽ ജീപ്പിന്റെ മേലെ കയറിയിട്ടാ. ജീപ്പിന്റെ മേലെ കയറിയിട്ടാ നമ്മൾ ഹൽദിക്ക് വരുന്നത്. അപ്പൊ ചുറ്റുണ്ട്, ഇപ്പുറത്ത് മീയുണ്ട്, ഇപ്പുറത്ത് ഷഫ്നുണ്ട്, അപ്പുറത്ത് കുക്കുണ്ട്, ഫുൾ സംഭവമായിട്ട് ഈ ജീപ്പിൽ ഇങ്ങനെ വരുന്നു. ഇവര് മറ്റേ പുകയടിക്കുന്നു, ഈ സാധനം പൊട്ടിക്കുന്നു. അപ്പോഴാണ് ഇവൾ അറിയുന്നത് ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഇവള് എന്റെ അടുത്ത് ചോദിച്ചെന്ന് വെച്ചാൽ കല്യാണം ആനപ്പുറത്താണോ? ഞാൻ ഏതറ്റം വരെ പോകുന്നത് ഓവറാക്കി കൊളാക്കരുതിട്ടോ, ആൾക്കാർ ട്രോളിക്കൊല്ലും. ബേസിക്കലി അപ്പോഴാണ് അവളിത് കാണുന്നത്. അതായിരുന്നു അവളുടെ അവസ്ഥ. എന്ന് വെച്ചാൽ ഇനി ഇത് ഹൽദി തുടക്കമായിട്ടുള്ളൂ. ഇനി നാളെ അതിനുണ്ട്, രാവിലെ വൈകുന്നേരം സംഗീതമുണ്ട്, മറ്റന്നാ രാവിലെ മറ്റേ താടി കെട്ടുണ്ട്, അത് കഴിഞ്ഞ് കല്യാണം ഉണ്ട്. ഇവിടുന്ന് മറ്റേ ജീപ്പിലാണെന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാന്ന് അറിയില്ല എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു എലമെന്റിലായിരുന്നു. അപ്പൊ ഇവൾക്ക് എവറിത്തിങ് വാസ് ഒരു പ്രഷർ ലോഡായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലും അയാൾ ഇത്രയും എൻജോയ് ചെയ്ത് അവിടെ ഇരുന്നു എന്നുള്ളതുണ്ടല്ലോ. ആ മൊമെന്റിൽ ഷീ വാസ് ഇൻ ടു എവറിത്തിങ്. ഇത്രയും ആങ്സൈറ്റി ഡ്രിവൺ ആയിട്ട് പോലും ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് അതെല്ലാം ഏറ്റെടുത്ത്. കാരണം എന്താ വെച്ചാൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു റീസൺ ഡ്രിവൺ അല്ല. ഈ റീസൺ നീ ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹണിമൂൺ പോകാൻ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ 3 ദിവസം, അവളുടെ വീട്ടിൽ 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കസിൻസ് അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നുള്ളതുകൊണ്ട് അവളുടെ കസിൻസിൻ്റെ അടുത്ത് പോയി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വണ്ടർലയിലൊക്കെ പോയി. സോ ദാറ്റ് അത് കഴിയുമ്പോഴാണ് അപ്പോൾ വിസ ഓൺ അറൈവൽ ഏറ്റവും അടുത്ത ഡെസ്റ്റിനേഷൻ, ഇൻട്രസ്റ്റിംഗ് പ്ലേസ് നേപ്പാൾ തിരഞ്ഞെടുത്തു. ദാറ്റ്സ് ഹൗ ഇറ്റ് ബിഗാൻ.